ആഘോഷങ്ങൾ തുടരാൻ കൊണ്ടാട്ടം തിയേറ്ററുകളിൽ. ആരാധകർ കാത്തിരുന്ന പ്രഖ്യാപനവുമായി തുടരും ടീം. മോഹൻലാലിനെ നായകനാക്കി തരുൺ മൂർത്തി സംവിധാനം ചെയ്ത തുടരും പുതിയ കളക്ഷൻ റെക്കോർഡുകൾ സൃഷ്ടിച്ചും പഴയവ തിരുത്തിയും തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 100 കോടി കളക്ഷൻ നേടുന്ന ചിത്രമായി തുടരും മാറിക്കഴിഞ്ഞു. ആഗോള കളക്ഷനിൽ ചിത്രം 200 കോടി പിന്നിടുകയും ചെയ്തു. ഇതിനിടെ മോഹൻലാൽ ആരാധകരെ ആവേശത്തിൽ ആഴ്ത്തുന്ന പുതിയ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. തുടരും പ്രൊമോ സോങ് കൊണ്ടാട്ടം ഇനി തിയേറ്ററുകളിൽ ഉണ്ടാവുമെന്നാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത്. ആഘോഷങ്ങൾ തുടരാൻ നാളെ മുതൽ തിയേറ്ററുകളിൽ കൊണ്ടാട്ടം എന്ന കുറിപ്പോടെയാണ് മോഹൻലാൽ പാട്ടിന്റെ തിയേറ്റർ റിലീസ് അറിയിച്ചത്. പ്രഖ്യാപനം ആരാധകർ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. എന്നാൽ പിന്നെ ഒരു വട്ടം കൂടെ കണ്ടിട്ട് തന്നെ കാര്യം എന്നാണ് മോഹൻലാലിന്റെ പോസ്റ്റിന് താഴെ വരുന്ന കമന്റുകൾ. വെള്ളിയാഴ്ച മുതൽ പാട്ട് ചിത്രത്തിനൊപ്പം തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കും. അതേസമയം പാട്ട് ചിത്രത്തിന്റെ ഏത് ഭാഗത്താണ് തിയേറ്ററിൽ അവതരിപ്പിക്കുക എന്ന് വ്യക്തമാക്കിയിട്ടില്ല. റിലീസിന് മുമ്പേ തന്നെ ചിത്രത്തിലെ പ്രൊമോ സോങ്ങിനായി ആരാധകർ കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ ചിത്രത്തിന്റെ മൂഡിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ പാട്ട് ഏറെ കഴിഞ്ഞാണ് പുറത്തിറങ്ങിയത്. ഏപ്രിൽ 25-ന് പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ പ്രൊമോ സോങ് ഏപ്രിൽ 30-നാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടത്. വിനായക ശശികുമാറിന്റെ വരികൾക്ക് ജെയ്ക്സ് ബിജോയ് സംഗീതം നൽകി MG ശ്രീകുമാറും രാജലക്ഷ്മിയും ചേർന്ന് പാടിയ പാട്ടിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. ബൃന്ദ ഗോപാലിന്റെ കൊറിയോഗ്രാഫിയിൽ മോഹൻലാലിന്റെയും ശോഭനയുടെയും ചടുലമായ നൃത്തച്ചുവടുകളാണ് പാട്ടിന്റെ മുഖ്യ ആകർഷണം. സംവിധായകൻ തരുൺ മൂർത്തി, ഗായകൻ MG ശ്രീകുമാർ, സംഗീത സംവിധായകൻ ജെയ്ക്സ് ബിജോയ് എന്നിവരും പാട്ടിൽ നൃത്തച്ചുവടുകളുമായി പ്രത്യക്ഷപ്പെട്ടിരുന്നു. ചിത്രത്തിൽ മോഹൻലാലിന്റെയും ശോഭനയുടെയും കഥാപാത്രങ്ങളുടെ മക്കളുടെ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച തോമസ് മാത്യുവും അമൃത വർഷിണിയും ഗാനരംഗത്തിലുണ്ടായിരുന്നു. പാട്ടിന് സോഷ്യൽ മീഡിയയിൽ ആഘോഷ പരിപാടികളിലും വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിരിക്കുന്നത്.